ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് 3 പേരും കൂടിയാണ് വന്നേക്കുന്നത്, 2 മരുമക്കളും അമ്മായിയമ്മയും. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് ഓഫ് മരുമക്കൾ. ഓക്കെ, കം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫസ്റ്റ് നമ്മൾ രണ്ടുപേരും ആരെങ്കിലും ഒരാൾക്കുള്ള നെഗറ്റീവ് പറയുന്നു. രണ്ടുപേരെ നെഗറ്റീവ്സ് പറയണം. ഫസ്റ്റ് ഒരാളുടെ പറയണം, എന്നിട്ട് അടുത്ത ആള്. നെഗറ്റീവ്സാ പോസിറ്റീവ്സ് ആദ്യം പറയുന്നത്? അതെന്തേ? ഓക്കെ, ഫസ്റ്റ് നന്ദനയ്ക്കുള്ള നല്ല വശങ്ങൾ പറഞ്ഞു. വേണ്ട, ഫസ്റ്റ് നെഗറ്റീവ് പറയാം. അവസാനം നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം. ഓക്കെ, ആദ്യം നല്ല വശങ്ങൾ പറഞ്ഞു. നീ ഇല്ലേ ആദ്യം അത് പറയാ. അത് തന്നെ നല്ലത് മാത്രമേ പറയാ കേട്ടാ. ഓക്കെ, ഇവള് 10 വർഷമായി 10 വർഷം കഴിഞ്ഞ് വന്നിട്ട് നെഗറ്റീവ് വേറെ നല്ല വരുമാനമൊക്കെ തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഇടയ്ക്കിടയ്ക്ക് അല്ലറച്ച് കുറെ കുഴപ്പങ്ങൾ, അത്രേ ഉള്ളൂ. അയ്യേ, ഫസ്റ്റ് നെഗറ്റീവ് അല്ലേ പറയാൻ പറഞ്ഞ? അല്ല, പോസിറ്റീവ് പറഞ്ഞിട്ട് നെഗറ്റീവ് പറയാൻ പറഞ്ഞു. നെഗറ്റീവ് പറയാൻ നെഗറ്റീവ് ലാസ്റ്റ് പറഞ്ഞ ആ ദേഷ്യം നമുക്ക് മനസ്സിൽ നിൽക്കുന്നല്ലേ പറഞ്ഞ. അപ്പൊ നെഗറ്റീവ് ഫസ്റ്റ് നെഗറ്റീവ്സ് ആണ് പറയുന്നത്. ഓക്കെ, അശ്വതി ചേച്ചിയുടെ ഓക്കെ. അപ്പൊ ഫസ്റ്റ് അശ്വതി ചേച്ചിയുടെ കുറച്ച് നെഗറ്റീവ്സ് അമ്മ പറയുന്നതാണ്. അഴുക്ക സ്വഭാവം. അഴുക്ക സ്വഭാവം പ്രത്യേകിച്ച് അടുക്ക സ്വഭാവങ്ങളൊന്നും ഇല്ല. പറ, അമ്മയുടെ കാഴ്ചപ്പാടിലുള്ളതാണേ. ഒന്നുമില്ല, അവള് അത്രയ്ക്ക് നല്ല കാര്യന്റെ കയ്യിലിരിക്കുമ്പോ ഒന്നും നല്ല കാര്യങ്ങള് പോയിട്ട് നെഗറ്റീവ് വരട്ടെ. നെഗറ്റീവ് ഒന്നും കാണൂല, എന്നാലും ഇല്ല. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലതൊക്കെ തന്നെ, നല്ലപോലെ തന്നെ പോണം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മോന്ത ഇറക്കി പിടിച്ചിരിക്കും. ഒന്ന് നെക്സ്റ്റ്. പിന്നെ കൊച്ചുങ്ങളെ വഴക്കുറയുടെ എനിക്ക് ഇഷ്ടമല്ല. 24 മണിക്കൂർ കൊച്ചുങ്ങളെ വഴക്കുറ. അവര് കൊച്ചുങ്ങളെ ചവിട്ടിയാണ് വളർത്തിയത്, നമുക്ക് കൊച്ചുങ്ങളെ അടിച്ചുകൂടാ. ഞാൻ ചവിട്ടി വളർത്തിയെങ്കിലും കൊച്ചുങ്ങളെ വല്ലോ അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇവക്ക് രണ്ടും ഇവക്കൊന്നും, ഈ 3 കൊച്ചുങ്ങളിൽ സ്നേഹിക്കണ കൊച്ച് ഇവക്കുള്ള കൊച്ചിനെ സ്നേഹിക്കണേ കണ്ടിട്ടുള്ളൂ. ആ 2 കൊച്ചുങ്ങളെ സ്നേഹിക്കണ ഞാൻ കണ്ടിട്ടില്ല. 3 എന്തൊരു ക്രൂര അമ്മ. അടുത്തത്. പിന്നെ അല്ലാതെ വലിയ വേറെ ഒരു കുഴപ്പമില്ല, നല്ല മരുമോള് തന്നെ. ഓക്കെ, എന്റെ കൊല്ലം പറ. അടുത്തത് എന്റെ നെഗറ്റീവ്സ്. പിന്നെ വേറെ ഇവിടെ നെഗറ്റീവ് പറയുമ്പോഴേ അത് പറയാൻ പറ്റുള്ളൂ. എവളും നല്ല മരുമോള് തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജോലിക്കള്ളി. ഞാൻ ഇപ്പൊ ഒരു സ്ഥലത്തിരുന്ന് നന്ദനെ ഒരു ഗ്ലാസ് വെള്ളം ചെലുത്തുണ്ടാ എന്ന് പറഞ്ഞ എവള് അമ്മ വെള്ളം അങ്ങോട്ടേ പോയി എടുത്തു കൂടി. എവളാണെങ്കിൽ എടുത്തോണ്ടത്. എനിക്കൊരു മോളുണ്ട്, അവളും അതേ കണക്ക് തന്നെ, എവളെ പോലെ തന്നെ. അവളും ഒരേ സ്വഭാവം. ഒരു സ്ഥലത്തിരുന്ന് വയ്യാതിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താന്ന് പറഞ്ഞു. വയ്യാതെ 5 മിനിറ്റ് എവിടെയെങ്കിലും കിടക്കാന്ന് വെച്ചാൽ അത് നടക്കൂല. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യം. അത്ര ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, വലിയ വലിയ കാര്യങ്ങളില്ല. അത്രയ്ക്ക് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്ത അങ്ങനെ ഓരോന്നും പറ. പിന്നെ എന്നെ നല്ലപോലെ നോക്കിയൊക്കെ ചെയ്യും. ആശുപത്രി കൊണ്ടുപോകും, മരുന്ന് കള്ളി കഴിക്കാൻ പറയും, അത് ഇത് എല്ലാ ചപ്പുചവറുകളും അതെല്ലാം നല്ലത്. ഇത് പോസിറ്റീവ്സിൽ വരുന്നില്ലേ മന്തോത്തി? പോസിറ്റീവ് നെഗറ്റീവ് എന്തേലും എന്നാ മിക്സ് ചെയ്ത് പറഞ്ഞല്ലേ? നല്ലതും ചീത്തയും കൂടെ പറഞ്ഞപ്പോ ഓർമ്മ വരും. ഇവക്കൊക്കെ നല്ല സ്വഭാവമുണ്ട്, നാറ സ്വഭാവമുണ്ട്. അതെനിക്കുണ്ട്. അതേ ഉള്ളു. എനിക്ക് അത്ര സ്വഭാവ ദൂഷ്യമൊന്നുമില്ല. പിന്നെന്തായിരുന്നു, നിങ്ങൾ എന്നെ പറ്റിയും പറയണം. പറയണോ? പറയാൻ തുടങ്ങിയാലോ?
അവളെ പറ്റി പറയാൻ ഒന്നുമില്ല. ഉണ്ട് അത്രയ്ക്ക് നല്ല പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ പിടിച്ചിരുത്തി പറയുമ്പോ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അറിയാതെ എന്തായാലും ഇത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നല്ലത് പറയും. പിന്നെ എവളൊക്കെ രണ്ടുപേരും എന്റെ പൈസ കട മേടിക്കും. സന്തോഷ സ്നേഹത്തിൽ അമ്മ സ്വർണ്ണ പൊന്നേന്നും പറഞ്ഞും കൊണ്ട് രണ്ടുപേരും എന്റെ പൈസ കട മേടിക്കും. തിരിച്ചു ചോദിക്കുമ്പോ ഇവളൊക്കെ എന്നെ അടിച്ച് മൂലക്കിരുത്തും. അതാണ് ഇവളെയൊക്കെ നമ്മള് സ്വഭാവം. പൈസ കാര്യമെന്തെങ്കിലും കടം ചോദിക്കാൻ നേരത്ത് എടാ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ തടാ, ഒരു അത്യാവശ്യമാണ് കേട്ടോ, നമുക്ക് കാര്യം നമുക്ക് കഴിയുമ്പോൾ തിരിച്ച് 2 ദിവസത്തിന് തിരിച്ചു തരാം. നമ്മൾ പൈസ തിരിച്ചുകൊണ്ട് കൊടുക്കുന്നത് എന്നാ നിങ്ങളാ പൈസ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാവും. അതെല്ലാം മലയാളികളും ഇവളെ കുഴപ്പം. എവള് അങ്ങനെയല്ല. എവളിപ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് താടി എന്ന് പറഞ്ഞാൽ അവള് സന്തോഷപൂർവ്വം എടുത്തു കൊടുത്ത്. എവളും എനിക്കൊരു മോളുണ്ട്. അവള് പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല. അവളും തരൂല. അവള് വന്നിട്ട് 4 വർഷം ആയതേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറവുകളോ ഇനി അങ്ങോട്ട് കിടക്കില്ല. 4 വർഷമായി ഇവക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് അറിഞ്ഞൂടെ. എടി അമ്മയുടെ തുടങ്ങിയാലോ? അമ്മേനെ പറയാനായിട്ട് അമ്മയുടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ജോലി ചെയ്യാൻ ഏറ്റെടുത്ത 16 കയ്യാള് വേണം. അത് ഈ കുടുംബത്തിൽ ആരൂടെ ചോദിച്ചാലും പറയും. പിന്നെ ഇവിടെ ഇരുന്നിട്ട് ആ ഗ്ലാസ്സിലെ വെള്ളം എടുക്കാൻ പറഞ്ഞാൽ അടുക്കളയിൽ നിൽക്കുന്ന അശ്വ ചേച്ചീനെ എന്നെ വിളിക്കും. ഡേ ഇനി ഒന്നാണ് ഈ ഗ്ലാസ് വെള്ളം ഇനി എടുത്തെന്നാണ്. അപ്പൊ ഞാൻ എടുത്തു കൊടുക്കൂല, ഇവളെടുത്ത് കൊടുക്കും. ഉദാഹരണത്തിന് ഗൈസ്, മെനിങ്ങാന്ന് ഞാൻ മീൻ കണ്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴ് ഹാളില് സോഫയിലിരുന്ന് ഫോണിൽ കളിക്കുന്ന എന്റെ അമ്മായി, തൊട്ടടുത്ത് ഇപ്പുറത്ത് എന്റെ അനിയത്തി ഇരിപ്പുണ്ട്. മീൻ കണ്ടിച്ചോണ്ടിരിക്കുന്ന എന്നെ അശ്വതി വന്നാണ് എന്തോ അർജന്റ് കാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ആ ഫാനിന്റെ സ്വിച്ച് തീട എങ്ങനെയുണ്ട് അതൊക്കെ സത്യം തന്നെ. അതൊക്കെ സത്യം. പിന്നെ അശ്വമേസുള്ള ഒരു അമ്മായിയമ്മ എന്ന് പറഞ്ഞ ഇപ്പൊ പറയണതല്ല പിന്നെ പറയാം. അയ്യോ അത് എവളൊക്കെ 2 എണ്ണത്തിന് ചെറുത്തേന്ന് പറയണ സാധനമില്ല. അത് ഇത്തിരിയിലുള്ളത് എനിക്കാണ് തന്നെ. മെനിങ്ങാന്ന് ഞാൻ 6000 രൂപ കൈ കൊടുത്തിട്ട് എന്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ അപ്പൊ തന്നെ കൈ കൊണ്ട് കൊടുത്ത്. ഇന്ന് വലിയ ആളായിട്ട് നീ ഇന്നലെ എന്റെ വാങ്ങിച്ച 6000 രൂപ ഇങ്ങോട്ട് തന്നാണെന്ന്. പിന്നെ അമ്മായിയമ്മയോട് ഞാൻ സന്ദർഭവും വ്യക്തമായി പറഞ്ഞു കൊടുത്തപ്പോ ഓർമ്മ വന്ന്. അതാണ് അത്രയൊക്കെ ഉള്ളു. പിന്നെ ഒരു ജോലി ചെയ്യാൻ ഇറങ്ങിയ വൃത്തിയും വെടുപ്പോടുകൂടി ചെയ്യും. അതൊക്കെ ഓക്കെ, അതൊക്കെ പെർഫെക്റ്റ് ആണ് എന്റെ അമ്മായിയും. പക്ഷെ ചെയ്യാൻ ഇറങ്ങണം. പിന്നെ അങ്ങനെ ഇങ്ങനെ ഇറങ്ങും. അത്രേ ഉള്ളു. പക്ഷെ ഇറങ്ങി കഴിഞ്ഞാൽ ക്ലീൻ ആണ്. ഇച്ചിരി ഉറക്കം കൂടുതലാണ്. ഇത്തിരി ഉറക്കമാണ് പേരിട്ടേക്കുന്നത്. പിന്നെ നന്നായിട്ട് മീൻ കട്ട് ചെയ്യും കേട്ടാ. അതിൽ പെർഫെക്റ്റ് ആണ്. ചൂരൊക്കെ കയ്യിലോട്ട് കൊടുത്തതുപോലെ അലുവ കഷ്ണം പോലെ ഇങ്ങനെ പീസ് നല്ല വൃത്തിക്കും വെടുപ്പിനും കട്ട് ചെയ്ത് ആ ഒരു പീസ് നമുക്ക് അളന്ന് നോക്കിയാൽ കറക്റ്റ് ഒരേ അളവായിരിക്കും. അമ്മ അതിൽ കട്ട് ചെയ്ത് തരും. നല്ലൊരു ഫിഷ് കട്ടർ കൂടിയാണ് അമ്മായി അമ്മ. ഓക്കെ, ഇത്രയൊക്കെ നമ്മളാരും വഴക്ക് കൂടിയിട്ടില്ല. നമ്മൾ ഇതുവരെയ്ക്കും ആരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടെ പിണങ്ങിയിരിക്കുക അങ്ങനെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മള് ഭർത്താക്കന്മാരുടെ ഇതുപോലെ ഷെയർ ചെയ്യാറില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞങ്ങ് തീർക്കുള്ളൂ. തമാശയാണെങ്കിലും സീരിയസ് ആണെങ്കിലും അങ്ങനെയാണ്. നമ്മൾ 3 പേരും മാത്രം. പിന്നെ ഇവിടെ കേൾക്കണ ചെന്ന് അവിടെ പറഞ്ഞു കൊടുത്താൽ ആ സ്വഭാവം നമുക്ക് 3 പേർക്ക് ഇതുവരെ ഇല്ല. ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്ന് അറിയാൻ വയ്യ. ഇതുവരെ എന്തായാലും ഇല്ല. അങ്ങനെ പോണ് നമ്മളെ കൊച്ചു കുടുംബം. അപ്പൊ ഇനി എന്തെങ്കിലും പറയാനുണ്ട? അല്ലാണ്ടെങ്കിൽ പറയാം. ഞാൻ എല്ലാം മറന്നുപോയി. തോനെ പ്രിപ്പയർ അതെ, കൊറേ വെച്ചേക്കത് എല്ലാം ഞാൻ മറന്നുപോയി. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ്. കാണുന്നവരെ അപ്പൊ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.